പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് ഓർത്ത് നമ്മുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ സ്തോത്രം, ഞങ്ങളോടുള്ള കരുണ ഓർക്കുമ്പോൾ നന്ദി, ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ ദയ ഓർക്കുമ്പോൾ നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആ മഹത്വത്തെ ഞങ്ങൾ വർണ്ണിക്കുന്നു. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിനെ തന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. കർത്താവേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരിലൂടെ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. ഇവർ അസാധാരണക്കാരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗമുള്ള ഭാഗത്ത് കൈവെക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും ഇപ്പോൾ വിട്ടുപോകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലുള്ള രോഗശക്തികൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. രോഗാത്മാവ് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. അത്ഭുതകരമായ രോഗസൗഖ്യം വെളിപ്പെടട്ടെ. രോഗശക്തികൾ വിട്ടുപോയതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിയുന്നവരെ വിടുവിക്കണമേ. അവർക്ക് അത്ഭുതകരമായ വാതിലുകളെ തുറന്നു കൊടുക്കണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്കായി വഴി തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദൈവിക അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവേ, ആമേൻ, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി എവിടെയാണോ അവിടെ കർത്താവിൻ്റെ പ്രത്യേക കരുതലുണ്ടാകണം, പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. ഒരു കാരണവശാലും വഴി മാറി ഓടുവാൻ ഇടവരാതെ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവിക ഗൈഡൻസ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവരെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കണം. അവരിലൂടെ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ രാത്രിയിൽ കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. കടന്നു വന്ന് പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവിക ഇടപെടലുകൾ സംഭവിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, വീണ്ടും ഞങ്ങൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ രാത്രിയിൽ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് വഴികളെ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനം 63 ആരംഭവാക്യം നമുക്ക് വായിക്കാം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. അപ്പം അവിടെ ഇരുന്നു കൊണ്ട് ദാവീദ് പറയുക, ദൈവമേ, നീ എൻ്റെ ദൈവം,
അധികാലത്ത് ഞാൻ അങ്ങയെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങയ്ക്കായി കാംക്ഷിക്കുന്നു. അപ്പം ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ദാവീദ് ഈ സങ്കീർത്തനം ചമച്ചത് മരുഭൂമിയിലിരിക്കുമ്പോഴാണ്, കൊട്ടാരത്തിലിരിക്കുമ്പോഴല്ല. തൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും തൻ്റെ കൊട്ടാരത്തിനകത്തു നോക്കാൻ ദൂരെ വരണ്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ആ അവസ്ഥയിലിരിക്കുമ്പോഴും ദാവീദിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് സുഖ സൗകര്യങ്ങളോ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്തോഷപ്രദമായ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സന്തോഷപ്രദമായ കാര്യങ്ങളല്ല, ഭക്ഷണമല്ല, വെള്ളമല്ല, സംരക്ഷണമല്ല. ദാവീദ് ആഗ്രഹിക്കുന്നത് മുഴുവനും ദൈവത്തെയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ദാഹവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ചയും എല്ലാം ദൈവമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവീക സമാധാനവും സംതൃപ്തി അനുഭവിക്കാൻ കഴിയും. ഒരിക്കൽ ഒരു സുവിശേഷകൻ ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിച്ചു. അദ്ദേഹം കർത്താവിനോട് സംസാരിച്ചു. ഉടനെ ഈ മനുഷ്യൻ, സുവിശേഷം കേട്ട മനുഷ്യൻ ചോദിച്ചു, ഞാൻ യേശുവിനെ സ്വീകരിച്ചാൽ എനിക്ക് ആ ഭക്ഷണം കിട്ടുമോ, എനിക്ക് വസ്ത്രം കിട്ടുമോ, എനിക്ക് സമ്പത്ത് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മിഷണറി പറഞ്ഞു, അതെനിക്കറിയത്തില്ല, ചിലപ്പോൾ നിനക്കത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിനക്ക് ദൈവത്തെ കിട്ടും. അപ്പം നിനക്ക് ദൈവത്തെ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ സോഴ്സും ദൈവമാണ്. ഈ ഭക്ഷണത്തിനും വെൽത്തിനും ഹെൽത്തിനും ഒക്കെയുള്ള സോഴ്സ് ആരാ? ദൈവമാണ്. അപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് ഏതെങ്കിലും ഭക്ഷണമോ വെള്ളമോ അല്ല, ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് ദൈവം തന്നെയാകുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണം, കർത്താവിൻ്റെ സാമീപ്യത്തിൽ എനിക്ക് ജീവിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. ഇതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ദാവീദിനെ കർത്താവ് പറഞ്ഞു, ഈ ദാവീദിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ കാര്യം എന്നറിയാം? ദാവീദിനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനിണങ്ങിയ മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. കാരണം ദാവീദ് വെള്ളമല്ല ചോദിച്ചത്, ദാവീദ് ഭക്ഷണമല്ല ചോദിച്ചത്, ദാവീദ് ഭാര്യയല്ല ചോദിച്ചത്. ദാവീദ് ചോദിച്ചത്, എനിക്ക് നിൻ്റെ സാന്നിധ്യം മതി, എനിക്ക് അങ്ങേ മതി. ഈ ശബ്ദം കർത്താവിന് ഒത്തിരി സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ദാഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സംതൃപ്തിപ്പെടുത്തുവാൻ ദൈവം മതിയായവനെ. നമുക്കറിയാം, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സക്കായിക്ക് ചുങ്കക്കാരനായിരുന്നുവെങ്കിലും ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ആഗ്രഹമുണ്ടായി. അപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ആ നീളം, വലിപ്പത്തിൻ്റെ കുറവ് കാരണം ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്നാൽ യേശുവിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന രംഗമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ യേശു തിക്കിലും തിരക്കിലൂടെ പോകുമ്പോഴും ഈ സക്കായിയുടെ ആഗ്രഹത്തെ മനസ്സിലാക്കി, ദാഹത്തെ മനസ്സിലാക്കി കർത്താവ് സക്കായിയെ വിളിച്ച് താഴെ ഇറക്കി സക്കായിയുടെ വീട്ടിൽ പോവുക. എന്താണ് ഇതിനർത്ഥം? ദാഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശപ്പ് യഥാർത്ഥമായ ആ സാന്നിധ്യത്തിന് വേണ്ടി മാത്രമായി തീരട്ടെ. നമ്മളൊക്കെ വിശക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാകാം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ഒറിജിനലി റിയലി നമ്മുടെ ദാഹം ആരെക്കുറിച്ചായിരിക്കണം? നമ്മൾ കർത്താവിന് വേണ്ടി ദാഹിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. അധികാലത്ത് എഴുന്നേറ്റ് ആ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക, ആ കർത്താവിനെ തന്നെ ആരാധിക്കുക. രാവിലെ എഴുന്നേറ്റ് മൊബൈൽ തോണ്ടി ഫേസ്ബുക്കും നോക്കി വാട്സപ്പും നോക്കി ആരൊക്കെ മെസ്സേജ് അയച്ചു എന്ന് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി ആരുടെയും പ്രസംഗവും കേട്ടുകൊണ്ടിരിക്കാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ക്വാളിറ്റി ടൈം കർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അവിടെ നമ്മൾ കാണിക്കുന്ന പ്രാധാന്യം, ആദ്യമേ വേദപുസ്തകം വായിക്കണം. മൊബൈലിലേക്ക് നോക്കുന്നതിന് മുമ്പ് വേദപുസ്തകം വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 1:35 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അധികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അധികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം?
തുടർന്ന് പാടി ആരാധിക്കണം. ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കണം. അതിനുശേഷം അവൻ ദൈവവചനം, ആ വചനത്തിലൂടെ കർത്താവിനെ നമ്മൾ കാണണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്നിട്ട് ഈ പകൽക്കാലം തന്നെ പല സമയങ്ങൾ അവൻ ഒറ്റപ്പെട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ, ഹല്ലേലൂയ, നമ്മൾ സമയം മാറ്റി വെക്കണം. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അവൻ യേശു തിരക്കിനിടയിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ തിരക്കിനിടയിൽ നമ്മുടെ ഈ യാത്രയുടെ നടുവിൽ കർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, ആ വലിയ ദാഹം എൻ്റെ ഉള്ളിൽ തരണമേ. യേശുവിനെക്കുറിച്ചുള്ള വലിയ ദാഹം എൻ്റെ ഉള്ളിൽ തരണമേ. ഇന്ന് പ്രഭാതത്തിൽ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ആ വലിയ ദാഹമുണ്ടാകട്ടെ, വലിയ ദാഹമുണ്ടാകട്ടെ, വലിയ ദാഹമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.